ഗളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാലിനിയും വിഷ്ണുവും കുട്ടികളെ തപ്പി ഇറങ്ങുകയാണ്. ശാലിനി ആകെ തളർന്ന് ക്ഷീണിതയാകുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. വിഷ്ണുവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ്. കുഞ്ഞുങ്ങളെ ഇവിടെ പോയി കണ്ടുപിടിക്കുക. അങ്ങനെ അവർ റോഡിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ആ സമയത്ത് ഒരു ബൈക്കുകാരൻ അതിലേ പോകുന്നു. അപ്പോൾ അയാളോട് ചോദിക്കുന്നത്, അപ്പോൾ അയാൾ പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് കൊക്കയൊക്കെയാണ്, കുറച്ചങ്ങോട്ട് ഒരു കാവുണ്ട്, അവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ സഹായിക്കുമായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ അവർ വീണ്ടും നടക്കുകയാണ്. അപ്പോഴാണ് അവർ വന്ന വഴിയിൽ കണ്ട ഒരു കാട്ടിലെ മൂപ്പന്മാർ ആരാധിക്കുന്ന ഒരു കല്ല് വെച്ച ഒരു വിഗ്രഹത്തെ കാണുന്നത്. പെട്ടെന്ന് നമ്മുടെ ശാലിനെ അതിൻ്റെ മുമ്പിൽ പോയി പൊട്ടിക്കരയുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയും തിരിച്ചു തരാൻ പറഞ്ഞു. ആ സമയത്താണ് ആ മൂപ്പൻ അങ്ങോട്ടേക്ക് വരുന്നത്, കാട്ടിലെ മൂപ്പൻ. അപ്പോൾ അയാൾ പറയും, വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ നിർത്തിയല്ലേ, ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ടല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ അവരോട് ശാലിനെ ക്ഷമ ചോദിക്കുകയാണ്. കാലിൽ തൊട്ട് വണങ്ങി എന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയും രക്ഷിച്ചു തരണം എന്ന് പറയുകയാണ്. അപ്പോൾ പറയാം, കുഞ്ഞുങ്ങളെ വന്യമൃഗങ്ങളൊന്നും ആക്രമിച്ച് കാണത്തില്ല, പക്ഷേ അഗാധ ഗർത്തങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ പോയോന്ന് അറിയില്ല, നമുക്ക് എന്തായാലും അന്വേഷിക്കുക എന്ന് പറയാം. അങ്ങനെ അയാളുടെ കൂടെ രണ്ടുപേരും പോവുകയാണ് കുഞ്ഞുങ്ങളെ തപ്പി. ഇതേ സമയത്താണ് നമ്മുടെ നൂറിൻ്റെ ഫോണിലേക്ക്, നൂറിൻ്റെ ഫോൺ ശരിക്കും നൂറിൻ്റെ കയ്യിലല്ലായിരുന്നു. അപ്പോൾ നൂറിൻ്റെ ഫോണിൽ നിന്ന് നമ്മുടെ അനുവിൻ്റെ ഫോണിലേക്ക് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ അനുവ് നൂറ് എന്തിനാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ നൂറ് പറയും, ഞാനല്ല എന്ന് പറയും, എൻ്റെ കയ്യിലല്ല ഫോണെന്ന് പറയും. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ നസീറാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. ആ സമയത്ത് നമ്മുടെ അനൂപിൻ്റെ അമ്മയുടെ ആങ്ങള അങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങനെ അനൂപിനെ കണ്ടോ, അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം കൂടുതലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാണ്. അപ്പോൾ അനൂപ് അകത്ത് നിൽക്കുകയാണ്. പിന്നീട് ഇതൊക്കെ കേട്ട് അനൂപ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയും, അപ്പോൾ അളിയും ചോദിക്കും, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുക. എന്ന് പറയും. പിന്നെ എന്തിനാ കള്ളം പറഞ്ഞതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും, ഞാൻ പറഞ്ഞിട്ടാണ് ശാരദാമ്മ അങ്ങനെ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ അനൂപ് അവരുടെ കൂടെ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ശാരദാമ്മയോട് പറയും, ഞാൻ പോയിട്ട് വരാം ശാരദാമ്മയെ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, പക്ഷേ നൂറിനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുതെന്ന് പറയും. അപ്പോൾ അങ്ങനെ എനിക്ക് വാക്ക് തരണം എന്ന് പറയാം. അങ്ങനെ വാക്ക് കൊടുക്കുകയാണ് ശാരദാമ്മ. ഇതേ സമയത്താണ് നമ്മുടെ നസീറിൻ്റെ പാപ്പയാണെങ്കിൽ നമ്മുടെ ബോസിൻ്റെ ഫ്രണ്ടാണല്ലോ, അങ്ങനെ ബോസിൻ്റെ അടുത്ത് പോവുകയാണ് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ചന്ദ്രബോസിൻ്റെ അടുത്ത് ചെല്ലുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ചോദിക്കുക എങ്ങനെയാണ്, അങ്ങനെ വാടക വീട്ടിൽ താമസിച്ച കാര്യങ്ങളും ഇതെല്ലാം പറയും. പിന്നീട് പറയും, കുടുംബശ്രീ ശാരദയില്ലേ, അവരുടെ റിലേറ്റീവ് ആണെന്നുള്ള കാര്യമൊക്കെ അറിയിക്കും. ഇത് കേട്ട ചന്ദ്രബോസിന് പിന്നെ വേറെ ഒന്നും നോക്കാനല്ലോ. അപ്പോൾ ചന്ദ്രബോസ് പറയും, എനിക്ക് വയ്യ, എന്തൊക്കെ അവസരങ്ങളാണ് എന്നിൽ തന്നെ വന്നു ചേരുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞ് ആഘോഷിക്കുകയാണ് അങ്ങോട്ട്. ഇനി എന്ന് വെച്ചാൽ വീണ്ടും അപ്പം നമ്മുടെ ചന്ദ്രബോസിന് മനസ്സിലാവും ശാരദ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന്, അവരവിടെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരന് മനസ്സിലാവും. അങ്ങനെ ചന്ദ്രബോസ് ആളെയും കൂട്ടി ഇനി നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. ഇതേ സമയം നമ്മുടെ ശാലിനിയും വിഷ്ണുവും കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് പോകുന്നു, എവിടെയും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പം ഒപ്പം പറയുന്നു, ഈ അഗാധ ഗർത്തങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ കുട്ടികളെ തപ്പി വീണ്ടും ഇവരിങ്ങനെ നടക്കുകയാണ്. ഇതാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.